Hey guys, welcome back to another video. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് HTML CSSനെ പറ്റിയാണ്. അപ്പോൾ ഈ ഒരു കംപ്ലീറ്റ് സീരീസ് HTML CSSനെ പറ്റിയായിരിക്കും. വളരെ ബേസിക് ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് HTML CSS പഠിച്ചെടുക്കാം. അപ്പം HTML CSS നമ്മൾ സാധാരണ പണ്ടൊക്കെ നോട്ട് പാഡ് യൂസ് ചെയ്തായിരുന്നു നമ്മൾ കോഡ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം പലതരം ടെക്സ്റ്റ് എഡിറ്റർ സോഫ്റ്റ്വെയർ ഇറങ്ങിയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചുകൊടുക്കാം, വളരെ ഈസി ആയിട്ട് നമുക്ക് കോഡ് ചെയ്യാൻ പറ്റിയ സോഫ്റ്റ്വെയർസ് ആണ്. അപ്പോൾ അതിലൊരു സോഫ്റ്റ്വെയർ ആണ് നമ്മൾ ഇന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ പേരാണ് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ. അത് നമുക്ക് നമ്മുടെ സെർച്ച് ബാറിൽ നമുക്കിവിടെ സെർച്ച് ചെയ്യാം, വിഷ്വൽ സ്റ്റുഡിയോ കോഡ്. ഓക്കെ, ഈ ഒരു സോഫ്റ്റ്വെയർ ആണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അത് നമുക്കിവിടെ സെർച്ച് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ ഈ കാണുന്ന ഫസ്റ്റ് ലിങ്കിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എഡിറ്റിംഗ് റീഡിഫൈൻഡ് എന്ന് പറഞ്ഞ ലിങ്കിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു ഇതുപോലുള്ളൊരു പേജാണ്. അപ്പം ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന സിസ്റ്റം വിൻഡോസിൻ്റെ ആണ്. ഇത് ബൈ ഡിഫോൾട്ട് ഇവിടെ ഡൗൺലോഡ് ഫോർ വിൻഡോസ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യുന്നതാണ്. നിങ്ങൾ ചിലപ്പം മാക്കിൻ്റെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്, അതുപോലെ നിങ്ങൾ ചിലപ്പം ലിനക്സിൻ്റെ ഒക്കെ ആയിരിക്കാം യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ വിൻഡോസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. സോ ഞാനിവിടെ ക്ലിക്ക് ചെയ്യുകയാണ്, ഡൗൺലോഡ് ഫോർ വിൻഡോസ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ സോഫ്റ്റ്വെയർ ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാം. പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ നമുക്ക് നമ്മുടെ exe ഫയൽ നമ്മൾ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ലൈസൻസിന് വേണ്ടി. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റിൽ ഐ അക്സെപ്റ്റ് ദി എഗ്രിമെൻറ്റിൽ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് അടിക്കാം. വീണ്ടും നമുക്ക് നെക്സ്റ്റ് അടിക്കാം. ഇത് ആസ് ഇറ്റ് ഈസ് തന്നെ വെക്കുക. എന്നിട്ട് നമുക്കിവിടെ ക്ലിക്ക് ചെയ്യാം. ആക്ച്വലി എൻ്റെ പ്രീവിയസ്ലി വിഷ്വൽ സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഫോൾഡറിൽ തന്നെ റീറൈറ്റ് ചെയ്യുവാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു ഓപ്ഷൻ വരത്തില്ലായിരിക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് എസ് കൊടുക്കാം. എന്നിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് വിഷ്വൽ സ്റ്റുഡിയോ കോഡ്. നമുക്കിനി അടുത്തായിട്ട് നമുക്കിവിടെ നെക്സ്റ്റ് അടിക്കാം. അതിനുശേഷം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ക്രിയേറ്റ് എ ഡെസ്ക്ടോപ്പ് ഐക്കൺ. നമുക്കിവിടെ ചെക്ക് മാർക്ക് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ നെക്സ്റ്റ് അടിക്കാം. വീണ്ടും നമുക്കിവിടെ ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ലോഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ ഫിനിഷിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ ലോഞ്ച് ആയിട്ടുണ്ട്. ഈ കാണുന്ന ഇൻ്റർഫേസ് ആണ് നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് എന്താ ചെയ്യാം, നമുക്ക് 2 എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് ഇവിടെ വരാം. ഇവിടെ വന്നിട്ട് നമുക്കിവിടെ സെർച്ച് എക്സ്റ്റൻഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം ലൈവ് സെർവർ. അപ്പോൾ ഇതിന് ഇൻ്റർനെറ്റ് വേണം. അപ്പോൾ നിങ്ങൾ ഇൻ്റർനെറ്റ് കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ ഇവിടെ സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ കാണുന്ന ഫസ്റ്റ് എക്സ്റ്റൻഷനാണ് ലൈവ് സെർവർ. ഇത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക, അത് ഇൻസ്റ്റാൾ ആകും. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇൻസ്റ്റാളിങ്. അപ്പം ഗൈസ്, ഇത് നമ്മുടെ ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഡിസേബിൾ അല്ലെങ്കിൽ അൺഇൻസ്റ്റാൾ. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുക അത് ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ട്. ഈ ഒരു പ്ലഗിൻ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു എക്സ്റ്റൻഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ കോഡിൽ നമ്മൾ ചേഞ്ചസ് ചെയ്യുമ്പോൾ അത് അന്നേരം തന്നെ നമ്മുടെ ആ പേജിൽ അല്ലെങ്കിൽ നമ്മുടെ ബ്രൗസറിൽ അത് അന്നേരം തന്നെ റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ്. ഇവിടെ നമ്മളിവിടെ എഴുതിയിട്ടുമുണ്ട്, ഇറ്റ് വിൽ എനേബിൾ ലൈവ് ചേഞ്ചസ് വിത്തൗട്ട് സേവിങ് ഫയൽ. ഓക്കെ, ഇനി അടുത്ത ഒരു എക്സ്റ്റൻഷൻ നമുക്ക് വേണം. നമുക്കിവിടെ ഇത് ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ എഴുതാം സേവ് ടൈപ്പ്. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന സെക്കൻഡ് കാണുന്ന
എക്സ്റ്റൻഷനാണ് സേവ് ടൈപ്പിംഗ്. ഇത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അതായത് നമ്മൾ കോഡ് ചെയ്തതിന് ശേഷം നമ്മൾ ചില സമയത്ത് നമ്മുടെ ഫയൽ സേവ് ചെയ്യാൻ വിട്ടുപോകും. അപ്പോൾ അതിനു വേണ്ടി ഇത് ഓട്ടോ സേവ് ചെയ്തു തരുന്നൊരു എക്സ്റ്റൻഷനാണ്. അപ്പോൾ ഇത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇവിടെ ഇതാ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഇതും ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഡിസൈനിങ് ആണ്. അതിനുവേണ്ടി നമുക്ക് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ ഫയലിൽ വരാം. ഇവിടെ വന്നിട്ട് ന്യൂ ഫയൽ എന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഫയലിനൊരു പേര് കൊടുക്കണം. സോ ഞാനിവിടെ കൊടുക്കുകയാണ് ഇൻഡെക്സ്. അതിനുശേഷം നമുക്ക് എൻ്റർ അടിക്കാം. എൻ്റർ അടിക്കുമ്പം ഇവിടെ ഇത് ചോദിക്കും ഏത് ഫോൾഡറിലാണ് നമുക്ക് നമ്മുടെ ഫയൽ സേവ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഡെസ്ക്ടോപ്പിൽ വന്നിട്ട് ഇവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുവാണ്. അതിനുവേണ്ടി നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ന്യൂ ഫോൾഡർ. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്കിവിടെ പേര് കൊടുക്കാം ട്യൂട്ടോറിയൽസ്. എന്നിട്ട് എൻ്റർ അടിക്കാം. എന്നിട്ട് വീണ്ടും ഇത് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ എഴുതുന്ന ഫയൽ അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഫയലിന് .html എന്ന എക്സ്റ്റൻഷൻ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ടെക്സ്റ്റ് ഫയൽ മാത്രമായി പോകും. ഓക്കെ, നമ്മൾ ഏത് പേര് കൊടുത്താലും, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം സാമ്പിൾ എന്ന് പേര് കൊടുത്താൽ sample.html എന്ന് നമുക്ക് ടൈപ്പ് ചെയ്യാം. ഏത് പേര് കൊടുത്താലും ഇപ്പം ഹോം എന്ന് പേര് കൊടുക്കുകയാണ്. അതിനുശേഷം .html എന്ന എക്സ്റ്റൻഷൻ ആഡ് ചെയ്യുക. റൈറ്റ്, അപ്പോൾ ഞാനിവിടെ index.html എന്ന് ടൈപ്പ് ചെയ്തിട്ട് നമുക്കിവിടെ ക്രിയേറ്റ് ഫയൽ എന്ന് കാണാൻ കഴിയും. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഫയൽ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ കോഡ് ചെയ്യാം. നമ്മുടെ പ്രോഗ്രാമിംഗ് അല്ല, നമ്മുടെ മാർക്കപ്പ് ഡിസൈനിങ് കോഡ് അല്ലെങ്കിൽ HTML കോഡ് നമുക്കിവിടെ ടൈപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ആസ് എ ഡീഫോൾട്ട് ഇവിടെ കുറച്ച് കോഡ്സുകൾ എഴുതുന്നതായിരിക്കും. ഇപ്പോൾ ഫസ്റ്റ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് HTML5 ആണ്. അതിനുവേണ്ടി നമുക്ക് ആദ്യമേ ഇതുപോലെ ഒരു ബ്രാക്കറ്റ് നമുക്ക് ടൈപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ എക്സ്ക്ലമേറ്ററി ആഡ് ചെയ്യാം. അതുപോലെ ഇവിടെ കാണുന്ന ഡോക് ടൈപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്, അത് ക്യാപിറ്റലിൽ നമുക്ക് എഴുതാം. റൈറ്റ്, അതിനുശേഷം ഡോക് ടൈപ്പ് HTML എന്ന് എഴുതുക. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഡോക് ടൈപ്പ് HTML എന്ന് നമ്മൾ എഴുതാം. അതിനുശേഷം നമുക്ക് എൻ്റർ അടിക്കാം. അതിനുശേഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ ഏത് HTML ഓപ്പൺ ചെയ്താലും ആദ്യമേ HTML എന്ന ടാഗാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിവിടെ HTML ടാഗ് ആഡ് ചെയ്യാം. നമുക്കിതുപോലെ ഈ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എഡിറ്റർ എന്ന് നമ്മൾ യൂസ് ചെയ്യുമ്പം ഈ സോഫ്റ്റ്വെയറിൻ്റെ വളരെ ഈസി ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഓട്ടോമാറ്റിക്കലി നമ്മളിപ്പോൾ ഇവിടെ HT എന്ന് എഴുതിയാൽ മാത്രം മതി. അപ്പോൾ തന്നെ ഇത് ഏത് ടാഗാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അത് തനിയെ നമുക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നമ്മൾ അതിനുശേഷം നമുക്കിത് എൻ്റർ അടിച്ചാൽ മതി. റൈറ്റ്, എന്നിട്ട് നമ്മളിവിടെ ടാഗ് ക്ലോസ് ചെയ്യുക. റൈറ്റ്, അപ്പോൾ ക്ലോസ് ചെയ്തപ്പം നമ്മുടെ റൈറ്റ് സൈഡിൽ മറ്റൊരു ടാഗ് HTML ടാഗ് നമുക്കിവിടെ കാണാൻ കഴിയും. അതിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു സ്ലാഷ് ഉണ്ട്. റൈറ്റ്, ഈ കാണുന്ന ഒരു സ്ലാഷ് നമുക്കിവിടെ കാണാൻ കഴിയും, എക്സ്ട്രാ ഒരു സ്ലാഷ്. അപ്പോൾ നമ്മൾ HTML കോഡ് നമ്മൾ ഇതുപോലെ ടൈപ്പ് ചെയ്യുമ്പം ഇത് ഓപ്പൺ ടാഗാണ്, അതുപോലെ ഇത് ക്ലോസ് ടാഗാണ്. റൈറ്റ്, അപ്പോൾ വളരെ സിമ്പിളാണ്. അപ്പോൾ ഏത് HTML ഓപ്പൺ ചെയ്താലും അതിൻ്റെ HTML ക്ലോസ് ചെയ്യുക. റൈറ്റ്, എന്നിട്ട് ഈ ഒരു നമ്മളിപ്പോൾ HTML ആണെങ്കിൽ എഴുതുവാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ അടുത്ത ടാഗ് ആഡ് ചെയ്യേണ്ടത്. റൈറ്റ്, അപ്പോൾ ഞാനിവിടെ ടൈപ്പ് ചെയ്യാണ് ഹെഡ് എന്ന് പറഞ്ഞൊരു ടാഗ് നമ്മൾ ആഡ് ചെയ്തു. എന്നിട്ട് അതും ഓപ്പൺ ചെയ്തു, അതും ക്ലോസ് ചെയ്തു. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് എന്താണ് എഴുതേണ്ടത്? നമുക്ക് ടൈറ്റിൽ ആഡ് ചെയ്യാം. ടൈറ്റിൽ. ഓക്കെ, ഇനി ഈ ടൈറ്റിലിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഹലോ എന്ന് നമുക്ക് ടൈപ്പ് ചെയ്യാം.
ഓക്കെ, എന്നിട്ട് നമുക്ക് ഇത് സേവ് ചെയ്യാം. റൈറ്റ്, ഇനി അടുത്തതായിട്ട് ഹെഡ് എന്ന ടാഗിൻ്റെ താഴെ നമുക്ക് ഇത് ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ താഴെ ഒരു ബോഡി ടാഗ് യൂസ് ചെയ്യാം. റൈറ്റ്, ഓക്കെ. ഇനി മെയിൻ ഒരു പാട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി ടാഗിലാണ് നമ്മൾ കംപ്ലീറ്റ് ഡിസൈൻ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡിസൈൻ ടാഗ്സ് നമ്മൾ ആഡ് ചെയ്യുന്നത്. റൈറ്റ്, ഇപ്പോൾ HTML മുഴുവൻ ടാഗ്സിലാണ് വർക്ക് ചെയ്യുന്നത്. റൈറ്റ്, ഇതുപോലെ. അപ്പോൾ ഇതിന് ടാഗ്സ് എന്നല്ല പറയേണ്ടത്, ആക്ച്വലി ഇതിനെ എലിമെൻറ്റ്സ് എന്നാണ് പറയേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിനെ എലിമെൻറ്റ്സ് എന്നാണ് പറയുന്നത്. നമ്മൾ ഇങ്ങനെ എഴുതുന്നതുകൊണ്ടാണ് ടാഗ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എലിമെൻറ്റ്സ് പലതരത്തിലുണ്ട്. ഹെഡ് ഉണ്ട്, ടൈറ്റിൽ ഉണ്ട്, ബോഡി ഉണ്ട്, H1 ഉണ്ട്, H2 ഉണ്ട്, അതുപോലെ പല പല ടാഗ്സ് ഉണ്ട്. BR എന്ന് പറഞ്ഞൊരു എലിമെൻ്റ് ഉണ്ട്, ബ്രേക്കിന് വേണ്ടി അത് പറയുന്നതാണ്. അപ്പം അതിനു വേണ്ടിയാണ് നമ്മൾ എലിമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇതുപോലെ ബ്രാക്കറ്റ്സിൽ എഴുതുന്നതുകൊണ്ട്, ഇതുപോലെ ടാഗ്സിൽ എഴുതുന്നതുകൊണ്ടാണ് ടാഗ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ബോഡിയിലാണ് ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ടൈപ്പ് ചെയ്യാം. വളരെ ബേസിക്കായിട്ട് ഞാനിപ്പം ടൈപ്പ് ചെയ്യാണ് ഹലോ വേൾഡ്. റൈറ്റ്, ഇനി നമുക്കിത് സേവ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഈ ഫയൽ നമുക്ക് ഓപ്പൺ ചെയ്യാം. നമുക്ക് അതിനുവേണ്ടി റൈറ്റ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്കിവിടെ ഓപ്പൺ വിത്ത് ലൈവ് സെർവർ കാണാൻ കഴിയും. ഇവിടെ നമുക്ക് സോ ഗൈസ്, കൺഗ്രാറ്റുലേഷൻസ്, നിങ്ങൾ നിങ്ങളുടെ ഫസ്റ്റ് ഡിസൈൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ടൈറ്റിൽ എഴുതിയായിരുന്നു, അതിവിടെ കാണാൻ കഴിയുന്നുണ്ട്, ഹലോ. അപ്പോൾ ഈ ടൈറ്റിൽ നമ്മൾ ഹെഡ് ടാഗിൻ്റെ ഉള്ളിലാണ് എഴുതിയത്, അത് കാരണമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ നമ്മൾ ബോഡി ടാഗിൻ്റെ ഉള്ളിൽ നമ്മളിവിടെ എഴുതിയത് ഹലോ വേൾഡ് ആണ്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഇത് നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. നിങ്ങൾ ഇത്രയും ചെയ്തെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ അല്ലെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ നിങ്ങൾ സക്സസ്ഫുള്ളി നിങ്ങൾ ഡിസൈൻ ക്രിയേറ്റ് ചെയ്തതാണ്. സോ താങ്ക് യു സോ മച്ച് ഗൈസ്. ഈ വീഡിയോയിൽ ഇത്ര മാത്രമേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ നമ്മളിനി ഇതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. വളരെ സിമ്പിളായിട്ടും വളരെ ഈസി ആയിട്ടും വളരെ ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നതാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. യു ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു.